അതുതന്നെയാണ്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നു, ഒപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവിനെ ഉറ്റുനോക്കുന്നത്. വിവരങ്ങൾ. മൂന്ന് ഹെലികോപ്റ്ററുകളും എത്തിക്കഴിഞ്ഞു. പ്രാഥമികമായ ആകാശ നിരീക്ഷണത്തിന് ശേഷം മണ്ണ് തൊടുന്നു. ഇനി മുണ്ടക്കൈയിലേക്ക് പോകുന്നു, ചൂരൽമലയിലേക്ക് പോകുന്നു, അട്ടമല. ഈ ദുരന്ത ബാധിതരുമായി കാണുന്നു, പരിക്കേറ്റ് ആശുപത്രിയിലുള്ളവരുമായി സംസാരിക്കുന്നു. നമുക്ക് കാണാം ഒരുപാട് പേർ റോഡിൻ്റെ ഇരുവശങ്ങളിലും കാത്തു നിൽക്കുന്നുണ്ട്. കാരണം വയനാട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയിൽ നിന്ന്. കാരണം ഒറ്റയ്ക്ക് എളുപ്പത്തിൽ തീർക്കാവുന്ന ഒരു പ്രതിസന്ധിയല്ല മുന്നിൽ എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത്, അന്തം വിട്ടു നിൽക്കുന്ന ഒരു നാട്ടുകാർക്ക് മുന്നിലാണ് പ്രധാനമന്ത്രി വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ക്യാമ്പിലുള്ളവരുമായി സംസാരിച്ചപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. വലിയ സഹായങ്ങൾ വേണം, അതിനപ്പുറത്ത് പുതിയ പാക്കേജുകൾ വേണം. 5000-ഓളം പേരാണ് ഇതിൻ്റെ നേരിട്ട് ഈ ആഘാതത്തിന് ഇരയായിട്ടുള്ളത്. അതിനപ്പുറത്ത് 600-ലേറെ കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കേണ്ടതുണ്ട്, പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അവർക്ക് ഏതു വിധത്തിൽ അത് സാധ്യമാകും? അത് എളുപ്പത്തിൽ തീർക്കാവുന്നതല്ല. ഒരു വലിയ ഒരു ദേശീയ ദുരന്തം എന്ന വിധത്തിൽ പരിഗണിച്ചുകൊണ്ട് മുഴുവൻ സഹായവും എത്തിച്ചേരണം എന്ന വിധത്തിൽ വന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു സഹായം കിട്ടൂ എന്ന് എല്ലാവരും കരുതുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ചുങ്കം ജംഗ്ഷനിലാണുള്ളത്, കൽപ്പറ്റയിൽ. പ്രധാനമന്ത്രി വരുമ്പോൾ എന്താ പ്രതീക്ഷിക്കുന്നത്? വയനാട് ഒരു കൂടുതൽ സഹായം കിട്ടണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? എന്താണ് പ്രധാനമന്ത്രി ഇതാ വന്നു കഴിഞ്ഞു. പ്രധാനമന്ത്രി വയനാടിന് വേണ്ടി എന്തെങ്കിലും പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും നമ്മൾ വലിയൊരു ട്രാജഡിയാണ് വയനാട്ടിൽ നടന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ വിധത്തിൽ തന്നെയാണ് എന്താണ് പ്രധാനമന്ത്രി ഇതാ വന്നു കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രതീക്ഷയിലാണ് വലിയൊരു പാക്കേജ് കിട്ടുന്നുള്ളതിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ ദുരന്തം വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്, അത് മറികടക്കും. എന്തായാലും നമ്മൾ പ്രതീക്ഷയിലാണ്. ഈ വലിയൊരു ദുരന്തം ആണ് സംഭവിച്ചത്, അത് എങ്ങനെ മറികടക്കും എന്നുള്ള കാര്യത്തിൽ. കാരണം ഈ 5000-ലധികം ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇവരെ എങ്ങനെ പുനരധിവസിപ്പിക്കും? അവർക്ക് ഉണ്ടായ നഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാനാവാത്ത, അല്ലെങ്കിൽ എളുപ്പത്തിലൊന്നും പരിഹരിക്കാനാവാത്ത ഒന്നാണ്.